ഹലോ, എൻ്റെ പേര് ജിയ. ഞാൻ SRSI ഹോസ്പിറ്റൽ ഒപ്റ്റോമെട്രിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ ഇന്നിവിടെ എന്താണ് ഒരു റിഫ്രാക്ഷൻ യൂണിറ്റിൽ എന്തൊക്കെയാണ് നടക്കുന്നതാണെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഡോക്ടറിനെ കാണുന്നതിന് മുമ്പ് ബേസിക്കായിട്ട് കുറച്ച് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിനായിട്ട് പേഷ്യൻ്റെ ഹിസ്റ്ററി എടുക്കുക, പിന്നെ കാഴ്ച പരിശോധിക്കുക. ഇനി എന്തെങ്കിലും തരത്തിലൊരു കാഴ്ചക്കുറവുണ്ടെങ്കിൽ അത് കണ്ണട വെച്ച് കറക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ അതും ചെയ്യുക. ഇതാണ് ബേസിക്കായിട്ടൊരു റിഫ്രാക്ഷൻ യൂണിറ്റിൽ നടക്കുന്നത്. എല്ലാ റിഫ്രാക്ഷൻ യൂണിറ്റിലും കോമൺ ആയിട്ട് രണ്ട് മെഷീൻസ് കാണാൻ പറ്റും. ഒന്ന് നോൺ കോണ്ടാക്ട് ടോണോമീറ്റർ അല്ലെങ്കിൽ NCT. നമുക്ക് ശരീരത്തിന് പ്രഷറുള്ള പോലെ തന്നെ നമുക്ക് കണ്ണിനും പ്രഷറുണ്ട്. അപ്പോൾ വരുന്ന എല്ലാ പേഷ്യൻസിനും നമ്മൾ സ്ക്രീൻ ചെയ്യുന്നതാണ്. പിന്നെയുള്ളതാണ് ഓട്ടോ റിഫ്രാക്ടോമീറ്റർ. നമുക്കൊരു റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴും രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സബ്ജക്റ്റീവ് റിഫ്രാക്ഷൻ, പിന്നെ ഒബ്ജക്റ്റീവ് റിഫ്രാക്ഷൻ. അപ്പോൾ സബ്ജക്റ്റീവ് റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പേഷ്യൻ്റെ റെസ്പോൺസ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഒരു സബ്ജക്റ്റീവ് റിഫ്രാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ബേസ് ലൈൻ പവർ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഒബ്ജക്റ്റീവ് റിഫ്രാക്ഷൻ. ടോട്ടലി കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. പക്ഷേ ഇതൊരു 100% റിലയബിൾ ആണെന്ന് ചോദിച്ചാൽ അല്ല. നമുക്ക് കുറേ കണ്ടീഷനിൽ നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ പകുതി പവറേ പേഷ്യൻറ്റ് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്തൊന്നും വരുള്ളൂ. പിന്നെ ഇപ്പോൾ കുട്ടികൾ വരുമ്പോൾ ഒരു 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ വരുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ കോർപ്പറേറ്റീവ് ആയിട്ട് കാണിക്കില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് കിട്ടാതെയും വരും. അപ്പോൾ നമുക്ക് മാനുവലായിട്ടും റിഫ്രാക്ഷൻ ചെയ്യാം. ഇതൊരു ഓപ്ഷനല്ല, ഇതൊരു നെസസറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതാണ് റെറ്റിനോസ്കോപ്പി. പിന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് റെറ്റിനോസ്കോപ്പി. ഒരു റെറ്റിനോസ്കോപ്പ് എന്ന ഒരു ഉപകരണത്തിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് പേഷ്യൻ്റെ പവർ മാനുവലായിട്ട് ലഭിക്കും. നമുക്കിപ്പോൾ ഇൻ കേസ് ചെറിയ കുട്ടികൾ, ഇപ്പോൾ ഒരു ജനിച്ച കുട്ടികൾക്ക്, അല്ലെങ്കിൽ 3 വയസ്സ് താഴെ വരെയുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കാറ്ററാക്റ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടീഷനുള്ള പേഷ്യൻസിന് ചിലപ്പോൾ ഓട്ടോ റിഫ്രാക്ഷൻ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓപ്ഷനല്ല, എല്ലാ റിഫ്രാക്ഷനിലും റുട്ടീനായിട്ട് ചെയ്യേണ്ട ഒരു ഇതാണ്. പക്ഷേ ഇപ്പോൾ അധികം വരും ചെയ്യുന്നില്ല, കാരണം കുറച്ചും കൂടി സ്കിൽ ആവശ്യമുണ്ട്, കുറച്ചും കൂടി പ്രാക്ടീസും ഇതിന് ആവശ്യമുണ്ട്. ജസ്റ്റ് നമുക്ക് പേഷ്യൻ്റെ പ്യൂപ്പിളിലേക്ക് ഇത് അടിക്കുമ്പോൾ നമുക്കൊരു ഗ്ലോ കാണാൻ പറ്റും. അത് ഓപ്പോസിറ്റ് പവറിട്ട് ന്യൂട്രലൈസ് ചെയ്ത് അങ്ങനെയാണ് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. പിന്നെ നമുക്ക് വിഷ്വൽ അക്യൂട്ടി അഥവാ കാഴ്ച മെഷർ ചെയ്യുന്നത് ഇതുപോലെ വിഷ്വൽ അക്യൂട്ടി ചാർട്ട്സ് വെച്ചിട്ടാണ്. കോമൺലി എല്ലാവരുടെയും സ്നെല്ലൻ ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്. വേറെ ചാർട്ടുകളുണ്ട്, കാംബ്രിഡ്ജ്, ലോക്മാർ. പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് ഫോമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും സ്നെല്ലനാണ്. പണ്ടൊരു ഫ്യൂ ഇയേഴ്സ് ബാക്ക് വരെ ഒരു നോർമൽ വൈറ്റ് ചാർട്ടിലായിരുന്നു അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്കൊരു TV-യിലൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്നെല്ലൽ മാത്രമല്ല ബാക്കി എല്ലാ ചാർട്ടും, ഈവൻ കളർ വിഷൻ, കോൺട്രാസ്റ്റ്, സെൻസിറ്റിവിറ്റി എല്ലാം നമുക്ക് ഈ ഒരു സിംഗിൾ TV തന്നെ നമുക്കത് യൂസ് ചെയ്യുന്നതാണ്. ഇത് നോർമലി ഒരു 6 മീറ്റർ ആണ് ഡിസ്റ്റൻസ് നോക്കുന്നത്. പക്ഷെ നമ്മുടെ സ്ഥലപരിമിതി അനുസരിച്ച് നമുക്ക് ആ ഒരു പ്രൊജക്ട് ചെയ്യുന്ന ലെറ്റേഴ്സിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് 3 മീറ്ററിലാണ് ചെയ്തേക്കുന്നത്. ഈവൻ നമുക്കിപ്പോൾ സ്ഥലപരിമിതി 2 മീറ്ററിലായാലും 1 മീറ്ററിലായാലും എത്രയായാലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ കുറച്ച് ലൈൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ലൈനും ഓരോ മീറ്ററിലേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു പേഷ്യന്റ് വായിക്കുന്നതനുസരിച്ചിട്ട് അതിന്റെ കറസ്പോണ്ടന്റ് ആയിട്ടായിരിക്കും പേഷ്യന്റ് നമ്മൾ പവർ കൊടുക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ റിഫ്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ റിഫ്രാക്ഷൻ കറക്റ്റ് തന്നെയാണെന്ന് അറിയാനായിട്ട് കുറച്ച് കൺഫർമേഷൻ ടെസ്റ്റുകളുണ്ട്. അപ്പോൾ പണ്ട് ഓരോ ചാർട്ടായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒരു TV തന്നെ ലഭിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഡിയോക്രോം എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ റെഡ് ഗ്രീൻ ചാർട്ട് പ്രൊജക്ട് ചെയ്യും. അപ്പോൾ ഇത് പേഷ്യന്റ് പറഞ്ഞനുസരിച്ച് നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അസ്റ്റിഗ്മാറ്റിക് ഫാൻ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഫൈനല് കറക്റ്റ് ആണോ എന്ന് അറിയാനുള്ള സഹായിക്കുന്ന 2 ചാർട്ട്സ് ആണ്. അത് അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഒരു റിഫ്രാക്ഷൻ യൂണിറ്റിൽ നടക്കുന്നത്. അപ്പോൾ ഒരു പ്രോപ്പർ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇപ്പോൾ ചെറിയൊരു അണ്ടർ കറക്ഷനോ ഓവർ കറക്ഷനോ, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ അതൊരു കോങ്കണ്ണിലേക്കോ അല്ലെങ്കിൽ ഒരു ലേസി ആയി എന്നുള്ള കണ്ടീഷനിലേക്ക് നയിക്കാവുന്നതാണ്. അപ്പോൾ ഒരു പ്രോപ്പർ റിഫ്രാക്ഷന് ശേഷം ഒരു ഒഫ്താൽമോളജിസ്റ്റിന്റെ വിദഗ്ധ പരിശോധനയ്ക്കും ശേഷമുള്ള ഫർദർ ട്രീറ്റ്മെന്റ്, ഇപ്പോൾ അതിപ്പോൾ കണ്ണാടി ആയാലും ബാക്കി ട്രീറ്റ്മെന്റ് ആയാലും പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ വളരെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.